നമ്മളുടെ ഓരോ വിധികളെ നമ്മൾ എവിടെ ജീവിക്കണം എവിടെ താമസിക്കണമെന്ന് വിചാരിക്കുന്നത് ദൈവം തമ്പുരാനാ. ഞാൻ കഴിഞ്ഞ ഒരു വർഷം താമസിച്ചിരുന്നത് വേറെ ഒരു സ്ഥലത്താണ്. ഇപ്പം താമസിക്കുന്നതൊക്കെ ഈ അപ്പാർട്ട്മെൻറ്റിൽ. നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല മറ്റൊന്ന്, നമ്മളൊന്ന് വിചാരിക്കും നടക്കുന്ന മറ്റൊന്ന്. ഇപ്പോൾ ഇതാണ് നമ്മളെ ഏരിയ. ഇത് എത്ര ദിവസം ഉണ്ടാവുമോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കുള്ള വീട്ടിൻ്റെ ഫ്രണ്ടിലും ഒരു പപ്പായ, അല്ലെങ്കിൽ അതുകൊണ്ട് മുരിങ്ങ കാണുന്നുണ്ടോ, അതുകൊണ്ട് അവിടെ ഉണ്ട് മുരിങ്ങ. എല്ലാ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലും 90% ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലും മുരിങ്ങ ഉണ്ടാവും. എല്ലാവരും മുരിങ്ങ വെച്ച് പിടിപ്പിക്കും. മുരിങ്ങ ഇല്ലെങ്കിൽ പപ്പായ വെച്ച് പിടിപ്പിക്കും. അതതിന് എന്തൊക്കെ ഐതിഹ്യമുണ്ട്, അങ്ങനെ വിശ്വാസമാണ്. കറങ്ങി നോക്കി അറിയാൻ പറ്റും. എത്ര വലിയ ഫ്ലാറ്റാണ്, അതിൻ്റെ അവിടെ ഉണ്ടാവും മുരിങ്ങ. നമ്മളൊക്കെ മുരിങ്ങയൊക്കെ മൂടോടെ വെട്ടിക്കളയും. അങ്ങനത്തെ ഈ മുരിങ്ങ അവർ ഉപയോഗിക്കത്തുമില്ല. അതിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പട്ട് കളിച്ചിങ്ങനെ പോകത്തേ ഉള്ളൂ. അതിന് ഉപയോഗിക്കത്തൊന്നുമില്ല. അപ്പം ഇങ്ങനെയാണ് കാര്യം. അപ്പം നമ്മളല്ല നമ്മളെ നിയന്ത്രിക്കുന്നത് ദൈവം തമ്പുരാനാണ്. നമ്മൾ എന്തെങ്കിലും ജീവിക്കണം, എന്ത് ചെയ്യണമെന്നറിയുന്നത് ദൈവം തമ്പുരാനാണ്. അപ്പം നമ്മുടെ ലോകം പുള്ളി തീരുമാനിക്കും. പുള്ളിയാണ് നമുക്ക് ആഹാരം തരുന്നതും ജീവിതം തരുന്നതെല്ലാം. അപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഇവിടെയായി. ഇനി നാളെ എവിടെയെന്ന് കണ്ടറിയണം. എല്ലാ മുകളിലിരിക്കുന്ന ആളിൻ്റെ വിധി, പക്ഷെ നമ്മുടെ വിധി മുകളിലിരിക്കുന്ന ആളുടെ കൽപ്പന. ഇതാ ചെയ്യുക, ഒക്കെ ശരിയാവും.